മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി എഴുതുകയാണ്. അങ്ങനെ ആർക്കാ പറയാൻ സാധിക്കുക? അപ്പോൾ ഇതൊന്നും നേരത്തെ കൂട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആധുനികമായിട്ട് ഈ കേരളത്തെ വളർത്തിയെടുക്കുന്നതിന് വളരെ സമർത്ഥമായി നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചർച്ചയിൽ അതും ആവാലോ, ഇത്രയും നല്ല രീതിയിൽ ഭരിച്ചിട്ടുള്ള ഈ ഭരണവും നേതൃത്വവും തുടരണം എന്നും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്താലോ. ബാക്കിയെല്ലാം എന്നെ മാത്രമായിരിക്കില്ല, ഒരുപാട് ആളുകളുടെ പേരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളെല്ലാം ഇലക്ഷന് സ്ഥാനാർത്ഥി നിർണയവും ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതോടുകൂടി ആ ചർച്ച തീരും. ടേം വ്യവസ്ഥകളൊക്കെ തന്നെ നോക്കിക്കൊണ്ട് തന്നെയായിരിക്കും LDF മത്സരരംഗത്തേക്ക് ഇറങ്ങുക. അത് വിജയത്തിന് മാത്രമായിരിക്കുമോ പ്രാധാന്യം? നമ്മൾ ഇലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള അത്തരം കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇപ്പം LDFൻ്റെ, അതുപോലെ ഞാനിപ്പോൾ LDFിൽപ്പെട്ട CPMൻ്റെ പ്രവർത്തകയാണ്. ഞങ്ങളുടെ കമ്മിറ്റി ഇപ്പോൾ ഇലക്ഷന് വേണ്ടിയുള്ള കമ്മിറ്റികളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി ഒരുങ്ങുന്നതേ ഉള്ളൂ. സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ ഇലക്ഷന് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള അത്തരം കാര്യങ്ങളുമെല്ലാം വീണ്ടും ചർച്ച ചെയ്യേണ്ടതായിട്ടാണുള്ളത്. ഇപ്പോൾ അങ്ങനെ ടേം വ്യവസ്ഥയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ചോ ഒന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതധികം വൈകാതെ ഉണ്ടാകും. എന്തായാലും ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് നോമിനേഷൻ കൊടുക്കണമല്ലോ കൃത്യസമയത്തിന്. അതിനൊക്കെ മുമ്പ് അത്തരം കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കും. ടീച്ചറിന്റെ അടക്കമുള്ളവരുടെ പേരുകൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനോടൊക്കെ ഒരു പ്രതികരണം. മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി എഴുതുകയാണ്. അങ്ങനെ ആർക്കാ പറയാൻ സാധിക്കുക? അപ്പോൾ ഇതൊന്നും നേരത്തെ കൂട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആധുനികമായിട്ട് ഈ കേരളത്തെ വളർത്തിയെടുക്കുന്നതിന് വളരെ സമർത്ഥമായി നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചർച്ചയിൽ അതും ആവാലോ, ഇത്രയും നല്ല രീതിയിൽ ഭരിച്ചിട്ടുള്ള ഈ ഭരണവും നേതൃത്വവും തുടരണം എന്നും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്താലോ. ബാക്കിയെല്ലാം എന്നെ മാത്രമായിരിക്കില്ല, ഒരുപാട് ആളുകളുടെ പേരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളെല്ലാം ഇലക്ഷന് സ്ഥാനാർത്ഥി നിർണയവും ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതോടുകൂടി ആ ചർച്ച തീരും. അത് ഞങ്ങൾ ഒരിക്കലും വ്യക്തിപരമായിട്ട് അങ്ങനെ തീരുമാനിക്കാറില്ല. അതെല്ലാം മറ്റു ചില പാർട്ടികളിൽ കാണാറുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ നേരത്തെ ഇന്നയാളാണ് സ്ഥാനാർത്ഥി എന്നൊന്നും പറയാറില്ല. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്കേ പ്രസക്തിയില്ല എന്നുള്ളതാണ്.